നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലൈസൻസ് വിതരണം ഇലക്ട്രോണിക്സ് കിയോസ്കുകൾ വഴിയാക്കിയതിന് പിന്നാലെ ഗതാഗത വകുപ്പിൽ പുതിയ പരീക്ഷണത്തിനൊരുങ്ങിയിരിക്കുകയാണ് കുവൈറ്റ്. കുവൈറ്റിൽ വിദേശികളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഇഖാമയുമായി ബന്ധിപ്പിക്കാൻ ഗതാഗത വകുപ്പ് നീക്കം തുടങ്ങി. ഇഖാമ കാലാവധി കഴിഞ്ഞാൽ ലൈസൻസും സ്വാഭാവികമായി റദ്ദാവുന്ന രീതിയിലാണ് പരിഷ്കരണം നടത്തിയിരിക്കുന്നത്. ലൈസൻസ് വിതരണം ഇലക്ട്രോണിക്സ് കിയോസ്കുകൾ വഴിയാക്കിയതിന് പിന്നാലെയാണ് ഗതാഗത വകുപ്പ് പുതിയ പരിഷ്കാരത്തിന് ഒരുങ്ങുന്നത്. ഗതാഗത വകുപ്പ് ആക്ടിംഗ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ ജമാൽ അൽ സായിഖ് ആണ് ഇതു സംബന്ധിച്ച സൂചന നൽകിയത്. ഡ്രൈവിംഗ് ലൈസൻസിന്റെയും ഇഖാമയുടെയും കാലാവധി തമ്മിൽ ബന്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് പഠനം നടത്താൻ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി. ഇഖാമ കാലാവധി കഴിഞ്ഞാൽ ലൈസൻസും സ്വാഭാവികമായി റദ്ദാവുന്ന രീതിയിലാണ് പരിഷ്കരണം ആലോചിക്കുന്നത്. വിദേശികളുടെ ലൈസൻസ് കാലാവധി 5 വർഷമാക്കാനും പദ്ധതിയിടുന്നു. ഇതിനിടയിൽ ഇഖാമ കാലാവധി അവസാനിച്ചാൽ ലൈസൻസും സ്വാഭാവികമായി റദ്ദാകും. ഗതാഗത നിയമലംഘനങ്ങൾക്ക് പിഴയുണ്ടെങ്കിൽ അടച്ചു തീർക്കാതെ ഇഖാമ പുതുക്കാനും കഴിയില്ല. ഡ്രൈവിംഗ് ലൈസൻസ് അപേക്ഷയും പുതുക്കലും ഓൺലൈൻ വഴിയാക്കി 1 മാസം തികയും മുൻപാണ് ലൈസൻസുമായി ബന്ധപ്പെട്ട മറ്റൊരു സുപ്രധാന പരിഷ്കരണത്തിന് കൂടി കളമൊരുങ്ങുന്നത്. സെൽഫ് സർവീസ് കിയോസ്കുകൾ വഴി ഉപയോക്താക്കൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭ്യമാക്കുന്ന ഓട്ടോമാറ്റഡ് സംവിധാനം ഈ മാസം 18 മുതലാണ് പ്രാബല്യത്തിൽ ആയത്. അതേസമയം കുവൈറ്റിൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ ഇഖാമ പുതുക്കാൻ ഏർപ്പെടുത്തിയ പുതിയ നിബന്ധന നിരവധി പ്രവാസികളെ പ്രതിസന്ധിയിലാക്കിയെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ലൈസൻസിന് 6 മാസമെങ്കിലും കാലാവധി ഉണ്ടായിരിക്കണമെന്ന നിബന്ധനയാണ് പുതുതായി കൂട്ടിച്ചേർത്തിരുന്നത്. ഇതോടെ നിരവധി കമ്പനികളിൽ ജോലി ചെയ്യുന്നവരുടെ ഇഖാമ പുതുക്കൽ പ്രതിസന്ധിയിലായിരുന്നു. കുവൈറ്റ് താമസകാര്യ വകുപ്പാണ് ഇഖാമ പുതുക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകുന്നത്. സ്ഥാപനങ്ങളുടെ ലൈസൻസ് പുതുക്കുന്നത് വാണിജ്യ വ്യവസായ മന്ത്രാലയവും സ്ഥാപനങ്ങൾക്ക് 3 മുതൽ 5 വർഷം വരെ കാലാവധിയുള്ള ലൈസൻസുകളാണ് ലഭിക്കുക. ഇതിന്റെ കാലാവധി കഴിയാറാകുമ്പോൾ പുതുക്കുകയായിരുന്നു പതിവ്. എന്നാൽ പിന്നീട് തൊഴിലാളികളുടെ ഇഖാമ പുതുക്കാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ലൈസൻസ് കാലാവധി കൂടി പരിശോധിക്കാൻ താമസകാര്യ വകുപ്പ് തുടങ്ങിയിരുന്നു. 6 മാസം ലൈസൻസ് കാലാവധി ഇല്ലാത്ത സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരെ ഇഖാമ പുതുക്കാതെ മടക്കി അയക്കുകയായിരുന്നു ഉത്തരവിൽ. വാണിജ്യ മന്ത്രാലയത്തെ സമീപിച്ച് ലൈസൻസ് പുതുക്കാനാണ് നിർദ്ദേശിച്ചിരുന്നത്. ഇത് കാരണം നിരവധി സ്ഥാപനങ്ങൾക്കും ലൈസൻസ് കാലാവധി കഴിയുന്നതിന് മുൻപ് പുതുക്കേണ്ട അവസ്ഥയും വന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.